നമസ്കാരം. ഞാൻ വേണു മഹാദേവ്. നമ്മൾ വിനായക ചതുർത്ഥിയെക്കുറിച്ച് ഒരു വിനായക ചതുർത്ഥി വരുന്നത് ഈ വർഷം വരുന്നത് 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി. അതായത് എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിക്കാണ് വിനായക ചതുർത്ഥിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വർഷം സെപ്റ്റംബർ 7-ാം തീയതിയാണ് വിനായക ചതുർത്ഥി വരുന്നത്. വിനായക ചതുർത്ഥിയുടെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ പിന്നെ ഇപ്പോൾ ഒരുപാട് വീഡിയോകൾ കാണുകയും ആത്മീയമായിട്ട് അറിയാവുന്ന നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്. എങ്കിലും ഒരു എളുപ്പത്തിന് ഞാൻ പറയുന്നു, നമ്മുടെ ഭൗതിക കാര്യങ്ങളാകട്ടെ ആത്മീയ കാര്യങ്ങളാകട്ടെ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും, അതായത് മനുഷ്യകാര്യമാകട്ടെ ദേവകാര്യമാകട്ടെ വേദകാര്യങ്ങൾക്ക് പോലും ഗണപതി പ്രീതി വരുത്താതെ നമുക്കൊന്നും ചെയ്താൽ വിജയിക്കില്ല എന്നാണ് നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളിലുള്ള സങ്കല്പം. അപ്പോൾ ഗണപതി പ്രീതിക്ക് സാധാരണ ധാരാളം മന്ത്രങ്ങളും വിധികളും ഉണ്ടെങ്കിലും ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ഈശ്വരാനുഗ്രഹം വർദ്ധിക്കാനും ഒരു മന്ത്രമാണ് പറയുന്നത്. അത് പറയാനുള്ള കാരണം, നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, നമ്മുടെ ഗണപതി ക്ഷേത്രങ്ങളുടെയും ആ തത്വങ്ങളുടെയൊക്കെ ഏറ്റവും ഒരു തലസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം സങ്കല്പത്തിൽ അറിയാം, പിള്ളയാർപ്പെട്ടി ഗണപതിയാണ്. ഈ പിള്ളയാർപ്പെട്ടി ഗണപതിയെപ്പറ്റി പറയാൻ കാരണം, നമ്മൾ തമിഴിലെ സിദ്ധന്മാർ, അതായത് പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അഗസ്ത്യർ, തിരുമൂലർ, അങ്ങനെയൊക്കെയുള്ള സിദ്ധന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട്, 64 സിദ്ധന്മാർ. ആ സിദ്ധ പരമ്പരയിൽ ഉള്ള മഹാനായ ഒരു നമ്മൾ കരവൂരാർ എന്ന സിദ്ധർ, അദ്ദേഹമാണ് പിള്ളയാർ ഗണപതി മന്ത്രത്തിൻ്റെ ആൾ. കാരണം അദ്ദേഹമാണ് ഈ മന്ത്രം ചമച്ച് ഗണപതി ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. ഗണപതിയായിട്ട് അദ്ദേഹം എങ്ങനെ, നമ്മൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ, നമുക്ക് അടുത്ത വീട്ടിലൊരു കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഓടിക്കളിക്കുന്ന പോലെ ഗണപതിയോടൊപ്പം ഓടിക്കളിച്ചും രസിച്ചും നടന്ന് ഗണപതി കൂടെ കൊണ്ട് നടന്ന അദ്ദേഹമാണ് ഈ ഗണപതിയെ പിള്ളയാർപ്പെട്ടിയിൽ അമ്പലം വരാനുള്ള കാരണമായത്, അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സ്ഥാപിച്ചതും. ആ പിള്ളയാർപ്പെട്ടി ഗണപതിയുടെ മൂലമന്ത്രമായ പിള്ളയാർ ഗണപതി മന്ത്രമാണ് ഞാനിവിടെ പറയുന്നത്. കരവൂരാർ സിദ്ധരെ മനസ്സാൽ സ്മരിച്ചുകൊണ്ട്, കാരണം സിദ്ധന്മാരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര ആധ്യാത്മികമായി ആത്മീയ പവറുള്ള, അത്രയും ഇപ്പോഴും ഈ സിദ്ധന്മാരെന്നൊക്കെ പറയുമ്പോൾ 64 സിദ്ധന്മാരും ജീവസമാധിയാണ്. അവരെല്ലാം സൂക്ഷ്മത്തിൽ നമ്മുടെ കാര്യങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടുണ്ടെന്നാണ്. അപ്പോൾ ആ മഹാ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ മന്ത്രം പറയുകയാണ്. ഈ മന്ത്രം നിങ്ങൾക്ക് എഴുതിയെടുക്കുകയോ പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് നോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തായാലും ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക, അത് ഉറപ്പാണ്. കാരണം അനുഭവജ്ഞാനം കൊണ്ട് പറയുകയാണ്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപാസിക്കുന്നൊരു മന്ത്രമാണ്. മന്ത്രം ഇതാണ്: ഹരി ഓം തിരുവുള്ളമേ, ആദി തിരുവുള്ളമേ, ചെന്താമരയിൽ പിറந்த മരുവേ, ഉൻമുഖം എൻമുഖമാക, ഉൻ കൺ എൻ കണ്ണാക, ശക്തിയും പിള്ളയാരും മുമ്പേ നടക്കുക സ്വാഹ. ഒന്നുകൂടി പറയാം: ഹരി ഓം തിരുവുള്ളമേ, ആദി തിരുവുള്ളമേ, ചെന്താമരയിൽ പിറந்த മരുവേ, ഉൻമുഖം എൻമുഖമാക, ഉൻ കൺ എൻ കണ്ണാക, ശക്തിയും പിള്ളയാരും മുമ്പേ നടക്കുക സ്വാഹ. ഈ മന്ത്രം നമ്മൾ മിനിമം 9 രൂപ, അതിൻ്റെ കൂടുതൽ എത്ര വേണമെങ്കിലും 9ൻ്റെ ഗുണിതങ്ങൾ നമുക്ക് 36, 54, 108 ജപിക്കാം. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഗണപതിയെ ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ തടസ്സങ്ങളെല്ലാം നീങ്ങുന്നു മാത്രമല്ല, നമുക്ക് ചില ആവശ്യങ്ങൾ വരുന്ന ഘട്ടത്തിൽ പോലും ഭഗവാൻ അതിനകത്ത് ഇടപെടും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു അർജൻറ്റ് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൊണ്ടുപോകേണ്ട എന്തെങ്കിലും ഒരു വസ്തു, അല്ലെങ്കിൽ ഒരു ഫയൽ, അല്ലെങ്കിൽ ഒരു സാധനം കാണാതെ വന്നാൽ ഞാൻ വെപ്രാളപ്പെട്ട് പെട്ടെന്ന് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഈ മന്ത്രം പറഞ്ഞിട്ട് ഭഗവാനോട് പറയും, ഞാൻ ഏറ്റവും അടുത്ത് വന്ന് നാളികേരം ഉടച്ചോളാം എന്ന് പറയും. തീർച്ചയായിട്ടും എനിക്കത് ഭഗവാനെ വിചാരിച്ചത് ഈ മന്ത്രം ഒരു 9 രൂപ ജപിക്കുമെങ്കിൽ അത് കാണിച്ചു തരും. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി നാളികേരം ഉടയ്ക്കാറുണ്ട്. മറ്റൊന്ന്,
ഈ മന്ത്രത്തിന് തന്നെ ഒരുപാട് ഇതിൻ്റെ മൂലമന്ത്രമുണ്ട്, ധ്യാനം, ഉപാസന വിധിയുണ്ട്. അതൊന്നും വിസ്തര ഭയത്താൽ ഇവിടെ പറയാൻ പറ്റില്ല. നിങ്ങൾക്കും വേണമെങ്കിൽ ഈ മന്ത്രം കൊണ്ട്, ഇതിൻ്റെ മൂലമന്ത്രം കൊണ്ട് ധ്യാനിക്കേണ്ട അവസ്ഥയുണ്ട്. പക്ഷേ ഈ മന്ത്രം കൊണ്ട് ധ്യാനിക്കാനുള്ളൊരു വിധി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ജപിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്നിരുന്ന് എണ്ണി ജപിക്കുകയൊക്കെ ചെയ്യുന്നതിനേക്കാൾ പവർഫുള്ളാണ് നമ്മുടെ കണ്ണടച്ചുള്ള ധ്യാനത്തിൽക്കൂടുള്ള മനസ്സാലുള്ള ജപം. നമ്മൾ കണ്ണടച്ച് നട്ടെല്ലെന്ന് പറഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുക. നമ്മുടെ മനസ്സ് ഈ രണ്ട് പുരികങ്ങളുടെയും മധ്യമുള്ള ഈ പൊട്ട് തൊടുന്നിടം, അതിന് ആജ്ഞാ സെൻറ്റർ എന്ന് പറയും, നമ്മുടെ തേർഡ് ഐ സെൻറ്റർ. അവിടെ മനസ്സ് നിർത്തുക. കണ്ണടച്ചിങ്ങനെ ഇരുന്നിട്ട് അവിടെ നമ്മളൊരു ഗണപതി ക്ഷേത്രത്തിൻ്റെ നടവാതിൽ, അതായത് സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ആ വാതിൽ തുറക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എല്ലാം സങ്കല്പത്തിലാണ്. അപ്പോൾ വളരെ പ്രകാശപൂരിതമായ പ്രഭയ്ക്കകത്ത് ഭഗവാൻ ഗണപതി ഭഗവാൻ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നു. ഈ മന്ത്രം മനസ്സാൽ ഉരുവിട്ടുകൊണ്ട് ഓരോ പ്രാവശ്യം ഉരുവിടുമ്പോഴും നമ്മൾ ഭഗവാന്റെ പാദങ്ങളിലേക്ക് മനസ്സുകൊണ്ട് ഒരു പൂവ് അർപ്പിക്കുന്നു, ഒരു താമര ഇതളോ മറ്റോ അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഒരു 1-2 മിനിറ്റ് കണ്ണടച്ച് ഭഗവാനെ മാനസ പൂജയായിട്ട് ചെയ്ത് തൃപ്തി വരുമ്പോൾ അത് നിർത്തിയിട്ട് ഭഗവാനോട് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറയാം. ഇങ്ങനെ നിരന്തരം നമ്മൾ ചെയ്തു വന്നാൽ അതൊരു 5-10 മിനിറ്റ് ചെയ്യാൻ കഴിയും. പിന്നീട് ഭഗവാനെ നമുക്ക് കണ്ണടച്ചിരുന്നാൽ നമ്മുടെ ഭ്രൂമധ്യത്തിൽ, നമ്മുടെ തേർഡ് ഐ സെൻറ്ററിനുള്ളിൽ ഭഗവാന്റെ രൂപം തെളിഞ്ഞു വരും, കാണാൻ പറ്റും. ഭഗവാന്റെ നമ്മൾ ഈ ഫോട്ടോകളിലൊന്നും കാണുന്ന പോലെ ആയിരിക്കില്ല, അങ്ങനെ അല്ല. ഭഗവാൻ നന്നായിട്ട് ജപിച്ച് വരികയാണ്. നമ്മൾ നിഷ്കളങ്ക ഭക്തിയോടെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഭഗവാൻ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരെ സാധ്യതയുണ്ട്, നമ്മൾ സംസാരിക്കാൻ വരെ സാധ്യതയുണ്ട്. നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ നമുക്ക് നേരെ തുമ്പിക്കൈ നീട്ടുമ്പോൾ ഭഗവാന്റെ തുമ്പിക്കരത്തിൽ മോദകമോ ലഡുവോ മധുര പലഹാരങ്ങൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ധാർമ്മികമായി ജീവിതത്തിൽ നടക്കേണ്ട, നമ്മുടേതായ ആരെയും ഉപദ്രവിക്കാനോ അധർമ്മമോ അല്ല, ധാർമ്മികമായി നമുക്ക് ജീവിതത്തിൽ വരേണ്ട അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും പ്രാർത്ഥിക്കാം. നമ്മുടെ കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്തായാലും ഈ വിനായക ചതുർത്ഥിക്ക് നിങ്ങളെല്ലാവരും ഈ പിള്ളയാർ ഗണപതി മന്ത്രം ഉപാസിച്ച് തുടങ്ങണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. വലിയ വലിയ തടസ്സങ്ങളും കഷ്ടതകളുമായിട്ട് എൻ്റെ അടുത്ത് ജ്യോതിഷം നോക്കാൻ വന്ന ആളുകളുടെ അടുത്തെല്ലാം ഞാൻ വലിയ പരിഹാരങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ അവരോട് പറയാറുള്ളത് ഇതുപോലുള്ള ഭഗവാനെ ഉപാസിച്ച് അതിലൂടെ നിങ്ങളുടെ കഷ്ടത മാറ്റാനാണ്. അത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ 50,000 രൂപ മുടക്കി ഒരു പൂജ ചെയ്യുന്നതിനേക്കാൾ ഗുണമാണ് നമ്മൾ തന്നെ ഭഗവാനെ നന്നായിട്ട് മനസ്സാൽ സ്മരിച്ച് ഉപാസിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തട്ടെ. ഗണപതി ഭഗവാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വിനായക ചതുർത്ഥി നിങ്ങൾക്ക് എല്ലാവരും മംഗളത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കട്ടെ. നമസ്തേ.